إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 14-ാമത്തെ ആയത്തിന്റെ വിശദീകരണം. സുയ്യന ലിന്നാസ്, ജനങ്ങൾക്ക് ഭംഗിയാക്കപ്പെട്ടു, ഹുബ്ബുശ്ശഹവാത്ത്, ഇച്ഛകളോടുള്ള ആഗ്രഹം. ഏതൊക്കെ ഇച്ഛയാണെന്നാണ് ഇനി പറയുന്നത്. ബിനൻ നിസായി, സ്ത്രീകളിൽ നിന്നും, വൽ ബനീന, സന്താനങ്ങളിൽ നിന്നും, വൽ കനാതീരി, കുമ്പാരങ്ങളിൽ നിന്നും. എങ്ങനെയുള്ള കുമ്പാരം? മുഖന്തറ, അട്ടിയിട്ട കൂമ്പാരങ്ങൾ. എന്തിന്റെ അട്ടിയിട്ട കൂമ്പാരങ്ങൾ? മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങൾ. അതിനോടുള്ള ഇച്ഛ, ആ ഇച്ഛയോടുള്ള ഹുബ്ബാണ് വർദ്ധിച്ചിരിക്കുന്നത്. വൽ ഖൈലിൽ മുസവ്വമ, രക്ഷണമൊത്ത കുതിരകളോടുള്ള സ്നേഹം. വൽ അൻആമി, നാൽക്കാലികളോടും. വൽ ഹർസി, കൃഷിയോടും. ഈ വിശദീകരിക്കപ്പെട്ട മുഴുവൻ വസ്തുക്കളോടും മനുഷ്യർക്ക്, ജനങ്ങൾക്ക് പൊതുവെ അങ്ങേയറ്റം ഇഷ്ടമാണ്, അതിനോട് സ്നേഹമാണ്. ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ പലതരത്തിലുള്ള കൊത്തും കൊലയും അക്രമങ്ങളും അതിക്രമങ്ങളും നടത്തുന്നത്. ഈ ഭൂമിയിൽ സർവമാന കുഴപ്പങ്ങളും നടത്തുന്നത് ഇത്തരം ധനം സമ്പാദിക്കാനും പിടിച്ചെടുക്കാനും വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് എല്ലാ യുദ്ധങ്ങളും നടന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അതിനെ പേരെടുത്തു പറഞ്ഞത്. ഇതിനോട് ഇതൊക്കെയും നാം അനുഭവിക്കുന്നത് കൊണ്ടോ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടോ ഇസ്ലാമിൽ തെറ്റല്ല. അതേസമയം അതിനോട് അമിതമായ പ്രേമമുണ്ടാകുന്നതും അതിനുവേണ്ടി അതിക്രമം നടത്തുന്നതുമാണ് തെറ്റായി ഭവിക്കുന്നത് എന്നാണ് അള്ളാഹ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ദാലിക മത്താഉൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളാകുന്നു ഈ വിശദീകരിച്ച മുഴുവനും. വല്ലാഹു, അല്ലാഹു ഇൻദഹു, അവന്റെ അടുത്താണ്. ഹുസ്നുൽ മആബ്, ഏറ്റവും നല്ല മടക്കമുള്ളത്. നിങ്ങൾ ഐഹിക ദുനിയാവിൽ വെച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ നിയമ നടപടികൾക്ക് അനുസൃതമായ വിശ്വാസവും കർമ്മങ്ങളും അനുഷ്ഠിക്കുകയാണെങ്കിൽ, അങ്ങനെ മുസ്ലിമായി മുഅ്മിനായി മരണപ്പെട്ട് വിജയിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രവിശാലമായ സ്വർഗമുണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗമുണ്ട്, ശാശ്വത ജീവിതത്തിന്റെ സ്വർഗമുണ്ട്. അവിടെയുള്ള സുഖങ്ങൾ ഒരിക്കലും മുറിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ തടയപ്പെടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതാണ് ഹുസ്നുൽ മആബ്, ഏറ്റവും നല്ല പര്യവസാനം. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.